പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം താഴെത്തട്ടിലുള്ള നേതാക്കളും അണികളും ശ്രദ്ധിക്കണം എന്ന നിർണായകമായ സന്ദേശമാണ് CPM നൽകിയിരിക്കുന്നത്. അതായത് കേരള കോൺഗ്രസ് എമ്മിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പെരുമാറ്റവും പാർട്ടി അണികളിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യമാണ് CPM നൽകിയിരിക്കുന്നത്. മുന്നണി വിട്ടു പോകില്ലെന്ന ഉറപ്പ് കേരള കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനാൽ തിരികെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസിനെ UDF എത്തിക്കാൻ കോൺഗ്രസ് നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം CPM നൽകിയിരിക്കുന്നത്. നിർണായകമായ ഒരു നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിലും മറ്റും ഒരു തരത്തിലുള്ള പിണക്കവും കേരള കോൺഗ്രസിന് സംഭവിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി G. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നു. ഒപ്പം R. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് വില കൂടി വരികയാണ്. UDF അവരെ മാടി വിളിക്കുകയാണ്. അതേസമയത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം CPM നൽകുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നതാണ്. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണല്ലോ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാകും. ആ സമയത്ത് ഈ സീറ്റ് വിഭജനത്തിലൊക്കെ തർക്കം പ്രാദേശിക തലത്തിൽ ഉടലെടുക്കും. പക്ഷേ വിട്ടുവീഴ്ചകൾ പരമാവധി നടത്തുവാനാണോ ഇപ്പോൾ CPM അണികൾക്കും താഴെത്തട്ടിലെ നേതാക്കൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം? മഞ്ജുഷ, അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് CPM അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയതെന്ന് മനസ്സിലാക്കേണ്ടി വരും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഏതാണ്ട് 50 പഞ്ചായത്തുകളാണ് അന്ന് UDF ഭരിച്ചിരുന്നതെങ്കിൽ 72-ൽ 50 പഞ്ചായത്ത് LDF ഭരിക്കുന്ന സ്ഥിതി ഈ കേരള കോൺഗ്രസ് വന്ന ശേഷം ഉണ്ടായി. 10 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 എണ്ണം ഭരിക്കുന്നത് LDF ആയി. ജില്ലാ പഞ്ചായത്ത് LDF-ന് ഭരിക്കാൻ കഴിയുന്നു. ജില്ലയിൽ സാധാരണഗതിയിൽ ഒരു 2 സീറ്റ് മാത്രമാണ് LDF-ന് ലഭിച്ചിരുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്നു. കയ്യിലില്ലായിരുന്ന ചെങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി പോലുള്ള സീറ്റുകൾ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നു. പാലയും കടുത്തുരുത്തിയും തോറ്റു എന്നുള്ളത് ശരിയാണ്. പാലയാണ് ഫലത്തിൽ ആ നിലയിൽ നഷ്ടമായിരിക്കുന്നത്. കടുത്തുരുത്തി നേരത്തെ തന്നെ UDF-ന്റെ സീറ്റാണ്. അങ്ങനെ ഏറ്റുമാനൂർ പിടിക്കാൻ കഴിയുന്നു. അങ്ങനെ ഏറ്റുമാനൂർ അങ്ങനെ ഒരുപാട് കാലം UDF ജയിച്ചിരുന്ന ഒരു സീറ്റ് കൂടിയാണ്. അങ്ങനെ ജില്ലയിലാകെ നേട്ടമുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അങ്ങനെ ഒരു പാർട്ടിയെ ചെറിയ അസ്വാരസ്യത്തിന്റെ പേരിൽ പോലും പടിയിറക്കി വിടാനോ ഒന്നും പാടില്ല. കഴിഞ്ഞ അവർ LDF-ലേക്ക് വന്ന സമയത്ത് തന്നെ സാധാരണഗതിയിൽ ലയിച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസിന് 15 സീറ്റാണ് UDF നൽകിയിരുന്നത്. ഒറ്റയ്ക്ക് നിന്ന മാണി ഗ്രൂപ്പിന് 9 സീറ്റായിരുന്നു നൽകിയത്. പക്ഷെ കഴിഞ്ഞ തവണ അവർ എത്തിയപ്പോൾ തന്നെ 13 സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പേരാമ്പ്ര വിട്ടുകൊടുത്ത് അങ്ങനെ 12 സീറ്റിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർ പരമാവധി സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ആവശ്യത്തിന് മുന്നിൽ CPM വഴങ്ങണം ഫലത്തിൽ എന്ന സൂചനകൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ഈ ജില്ലാ തലത്തിലല്ല, അതിനും താഴെ തട്ടിൽ പോലും ഉണ്ടാകാൻ പാടില്ല. താഴെ തട്ടിലെ പ്രശ്നങ്ങളാണല്ലോ പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾക്ക് കാരണമാകുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഫലത്തിൽ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമായി വരുന്നത്. ശരി, അത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, മുൻപ് UDF-ൽ അങ്ങനെ ഒരു അസ്വാരസ്യം കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായതാണ് മുന്നണി വിടുവാനുള്ള ഒരു കാരണമായി മാറിയതും കോട്ടയം ജില്ലയിൽ. പക്ഷേ കിരൺ, മറ്റൊരു കാര്യമുണ്ട്. LDF-ലെ മറ്റ് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് CPI ഇപ്പോഴും കേരള കോൺഗ്രസ് എം LDF-ൽ ഉള്ളതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ലല്ലോ. CPIക്ക് ഇപ്പോഴും ചില മുറുമുറുപ്പുകളുണ്ട്. അതിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന് നൽകുമ്പോൾ അത് വീണ്ടും വർദ്ധിക്കുകയില്ലേ? അങ്ങനെ ഒരു ഉടക്ക് അതിനകത്തുണ്ടല്ലോ. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ഒരു പ്രാമുഖ്യം കുറയ്ക്കുന്നതാണ്. CPIയുടെ അത്ര വലിപ്പമുള്ളതല്ലെങ്കിൽ പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇടതുമുന്നിലെ സാന്നിധ്യം അത് CPIയുടെ ഒരു ബാർഗനിങ് ശേഷിയൊക്കെ കുറയ്ക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കേരള കോൺഗ്രസിനെ UDF ഏത് വിധേനയും UDF-ന്റെ പാളത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിശക്തമായി തന്നെ നടത്തുന്നു. CPIയുടെ ഭാഗത്തു നിന്നായാലും അത്തരത്തിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള നിലപാട് തന്നെയാവും CPIക്ക് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ടെങ്കിലും ഉള്ളത് എന്ന് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, താഴെ തട്ടിൽ ഇപ്പോഴും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം ദീർഘകാലമായി UDF-ൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിന് LDF-ൽ വരികയും അവർക്ക് ആധിപത്യം കിട്ടുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയോട് കാര്യമായ തരത്തിലുള്ള യോജിപ്പില്ല. മുകളിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത്. അവരെ കൂട്ടി യോജിപ്പിക്കേണ്ടത് പ്രധാനമാണ് എന്നുള്ളൊരു നിർദ്ദേശം മുകളിൽ നിന്നുള്ളത് കൊണ്ടാണ് താഴെത്തട്ടിലൊക്കെ ഇത് അംഗീകരിച്ചു പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പ്രത്യേകത, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാഭാവികമായും താഴെത്തട്ടിൽ വലിയ താല്പര്യം കാണും. അപ്പോൾ പാർട്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വരികയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ
ഒക്കെ സംബന്ധിച്ച് അത് കടുത്ത വിയോജിപ്പൊക്കെ ഉള്ള വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് പ്രശ്നങ്ങളിലേക്ക് പോകാൻ താഴെത്തട്ടിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ വലിയ തർക്കത്തിലേക്കും പ്രശ്നത്തിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ അവരെ ഇല്ലാതെ മത്സരിക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള തീരുമാനമൊക്കെ പലപ്പോഴും സംസ്ഥാന തലത്തിൽ മുന്നണികൾ യോജിച്ചു നിൽക്കുമ്പോഴും അങ്ങനെ താഴെത്തട്ടിലൊക്കെ മുന്നണിയിലെ കക്ഷികൾ തമ്മിലൊക്കെ മത്സരം ഉണ്ടാവാറുണ്ട്. അത്തരം മത്സരത്തിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത് പലപ്പോഴും ഈ പാർട്ടികളുടെ ആവശ്യമാണ്. അത് CPM-ന്റെ മാത്രമാവില്ല, കേരള കോൺഗ്രസ് എമ്മിലായാലും ആ കേരള കോൺഗ്രസ് എമ്മിലും ചിലപ്പോൾ സീറ്റ് കിട്ടാത്ത ആളുകളൊക്കെ കാണും. ഈ CPM-ൽ നിന്ന് തെറ്റി ഒറ്റയ്ക്ക് വന്ന് മത്സരിച്ചാൽ തനിക്ക് കൂടി മത്സരിക്കാൻ കഴിയും, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി മത്സരിക്കാൻ കഴിയും എന്നുള്ള താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകളൊക്കെ സ്വാഭാവികമായും ഈ താഴെത്തട്ടിൽ വൈകാരികമായ പല വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഇത്തരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഉണ്ടാവാറുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ അതിന് ഈ തവണ കൂടുതൽ പ്രാധാന്യമുള്ളതിനൊരു കാരണം കേരള കോൺഗ്രസ് എമ്മിനെ ഏത് വിധേനയും മറുപക്ഷത്തെത്തിക്കാൻ വേണ്ടി UDF-ന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു വളം CPM-ആയി ഇട്ടുകൊടുക്കരുത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താഴെത്തട്ടിൽ അങ്ങനെ പാർട്ടിയുടെ തർക്കം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ താഴെത്തട്ടിലെ നേതാക്കൾക്ക് ആ തരത്തിലുള്ള പിന്തുണ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ നിലപാട് ഇവരുമായി ചേർന്ന് പോകണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് താഴെത്തട്ടിൽ തർക്കം വേണ്ട, അത് പാർട്ടിയുടെ മുകൾ കമ്മിറ്റികളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ തർക്കം പരിഹരിക്കാം, അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്ത് പരിഹരിക്കാം. ആ ഒരു നിലപാടിനപ്പുറത്തേക്ക് താഴെത്തട്ടിൽ ഒരു വലിയ തർക്കമായി, പ്രവർത്തകർ തമ്മിലുള്ള ഒരു തർക്കമായി, അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു പരസ്യ തർക്കമായി മാറ്റരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നു. ജോസ് കെ മാണി വ്യക്തമാക്കി കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് വേണം എന്ന് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മുഴം മുൻപേ തന്നെ ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞു, അതായത് ഏറ്റവും വില കൂടിയ ഒരു പാർട്ടിയായിട്ട് അത് കോട്ടയം ജില്ലയിലെങ്കിലും തങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് ജോസ് കെ മാണി അത് തീരുമാനിക്കുകയാണ്. അതിന് ബലം നൽകുന്ന ഒരു കാര്യം കൂടിയായല്ലോ ഇങ്ങനെ ഒരു നിർദ്ദേശം CPM താഴെത്തട്ടിലേക്ക് നൽകുമ്പോൾ. അപ്പോൾ അവരുടെ ബാർഗെയിനിങ് പവറും അതനുസരിച്ച് കൂടുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ CPM-നെ സംബന്ധിച്ച് തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ കിടങ്ങൂരിൽ നടന്ന പ്രസംഗത്തിൽ ജോസ് കെ മാണി നൽകിയ ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് BJP-യും കോൺഗ്രസും എല്ലാം നമ്മുടെ പിന്നാലെ നടക്കുകയാണ്, നമ്മൾ പക്ഷേ CPM-നൊപ്പമേ നൽകുകയുള്ളൂ. ജോസ് കെ മാണി CPM-ന് കൊടുക്കുന്ന ഒരു ഉറപ്പ് ഇതാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും, പക്ഷെ പരമാവധി സീറ്റുകൾ ഞങ്ങൾക്ക് വേണം. 2 ആഴ്ച മുൻപ് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് കഴിഞ്ഞ തവണത്തെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചത്. കഴിഞ്ഞ തവണ ഒരു മുന്നണി ആയിരുന്നില്ല, ഒരു സഖ്യമായി മാറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും സീറ്റുകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, പരമാവധി ചർച്ചകൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അത് ഉണ്ടാകാൻ പാടില്ല. പരമാവധി സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് വേണം. അതൊരു ഫലത്തിൽ സാധാരണ നിലയിൽ LDF-ന്റെ ഒക്കെ രീതി അനുസരിച്ച് യോഗങ്ങളിലാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ജോസ് കെ മാണി തന്നെ പരസ്യമായി അത് ഉന്നയിക്കുന്ന സ്ഥിതിവിശേഷമാണത്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം സ്റ്റീഫൻ ജോർജിനെ പോലെയുള്ള സംഘടനാ ചുമതലയുള്ള ഓഫീസർ ജനറൽ സെക്രട്ടറി ഒക്കെ ചൂണ്ടിക്കാണിച്ചത് ഇത് തന്നെയാണ്, ഉറപ്പായും കിട്ടും കേരള കോൺഗ്രസിന് എന്നുള്ളതാണ്. ഫലത്തിൽ അങ്ങനെയൊന്ന് പറയുക എന്ന് മാത്രമല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരള കോൺഗ്രസിന് അനുകൂലമാകുന്നു, അതിൽ CPM കൂടി അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം CPM പെട്ടെന്നൊരു ഒരു സമ്മർദ്ദത്തിന് കീഴ്പ്പെടുന്നു എന്ന് മാത്രം പറയാൻ കഴിയില്ല. ഇതുകൊണ്ട് ഗുണമുണ്ട് എന്ന് CPM തിരിച്ചറിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ സ്ഥാപനങ്ങളുടെ കണക്ക്, നിയമസഭാ സീറ്റുകളുടെ കണക്ക് ഒക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കണക്ക് കൊണ്ടുകൂടിയാണ് UDF-ഉം കേരള കോൺഗ്രസ് എമ്മിനെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇപ്പൊ പറയുന്നെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു അസ്വാരസ്യങ്ങളും പാടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം ഉണ്ടാകണം. അതിന് സാധ്യമായ എല്ലാം ഒപ്പം ചേർത്ത് നിർത്തണം. സംശയമില്ലാത്ത കാര്യമാണ് ശ്രീത്ത്. ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിക്കുന്നുണ്ട് CPM. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലയിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിനെ ഒരു തരത്തിലും പിണക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, കൃത്യമാണല്ലോ ഇത് CPM ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. കാരണം ഈ സമയത്ത് കേരള കോൺഗ്രസ് എമ്മിനെ കൈവിടാൻ എന്തായാലും CPM ആഗ്രഹിക്കുകയില്ലല്ലോ. അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമായിരിക്കും? അണികളും നേതാക്കളും ഏത് രീതിയിൽ ഇതിനെ എടുക്കും? അതിൽ അത്ഭുതമില്ല എന്നല്ല, അത് വളരെ സ്വാഭാവികമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. വളരെ 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 എളുപ്പത്തിൽ നമുക്കത് ഉൾക്കൊള്ളാനാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇടതുമുന്നണിക്കെതിരെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി വിജയകരമായി പരീക്ഷിച്ച ന്യൂനപക്ഷ ധ്രുവീകരണ ശ്രമങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താനുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ പാളിയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിൽ വലിയ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെയോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു ഫലം അവർ പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ അത് ഭരണത്തിന്റെ ഒരു നഷ്ടത്തിലേക്ക് വരാതെ നോക്കാൻ ഏതെങ്കിലും രീതിയിൽ സാധിക്കുക എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ സീറ്റുകളാണ്. എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. ഈ 4 ജില്ലകളിൽ സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് ഒരുപക്ഷെ ഭരണ നഷ്ടത്തിലേക്ക് പോകുന്നവർക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അവിടെയെല്ലാം ഈ 4 ജില്ലകളിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനമുള്ളത്. അവിടെ പല സീറ്റുകളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനം ഇല്ലെങ്കിൽ അവരുടെ സഹായം ഇല്ലാതെ ഇടതുപക്ഷത്തിനായാലും UDF-നായാലും വിജയിക്കാൻ പറ്റില്ല. അപ്പൊ ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ ആ ബെൽറ്റ് വളരെ പ്രധാനമാണ്. ഇടതുപക്ഷം അത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലായാലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കാനാണ് സാധ്യത. അവരെന്താവശ്യപ്പെട്ടാലും കൊടുക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യബോധത്തോടെയാണ് ഇടതുമുന്നണി ഇത് കൈകാര്യം ചെയ്യുന്നത്. അതായത് വെറുതെ ഒരു സീറ്റിന്റെ അര സീറ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലെ ഏതാനും വാർഡുകളുടെ പേരിലുള്ള ഒരു തർക്കത്തില് ഏതെങ്കിലും രീതിയിൽ ആ കക്ഷിയെ പിണക്കാനോ അല്ലെങ്കിൽ അത് വേറെ വലിയ പിണക്കങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നത് ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ മാത്രം മുൻനിർത്തിയല്ല, അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം ഓരോ തലത്തിലും കൊടുക്കുന്നത്. പ്രാദേശിക തലത്തിൽ അടക്കം ഇടതുമുന്നണി അല്ലെങ്കിൽ CPM വളരെ ജാഗ്രത പുലർത്തുന്നതിന്റെ കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പ്രാധാന്യം ഒരു അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയുന്നുണ്ട്. ശരി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, CPM-ന്റെ തന്നെ പല അണികളും നേതാക്കളും പങ്കുവെച്ച ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു തരത്തിലും കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുത്, അത് മിക്കവാറും ഈ സീറ്റ് തർക്കത്തിന്റെ പേരിലായിരിക്കുമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, അതുണ്ടാകരുത് എന്ന്. ഇത്രമാത്രം ഡിമാൻഡുള്ള ഒരു പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റിയെടുക്കുകയാണോ? അല്ല, കേരള കോൺഗ്രസ് LDF-ലെ ഏറ്റവും പ്രമുഖമായ ഘടകകക്ഷികളിൽ ഒന്ന് തന്നെയാണ്. അതായത് CPM, CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അതിന് യാതൊരു തർക്കമില്ല. അപ്പൊ അതിൻ്റെതായ പരിഗണന ആ പാർട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ പാർട്ടിയുടെ പ്രവർത്തകരും CPM പ്രവർത്തകരും CPI പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താ, ഇവിടെ ഇപ്പം പ്രശ്നം എന്താ വെച്ചാൽ UDF-ന് 100 സീറ്റുകളിലൂടെ അധികാരത്തിൽ വരുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് പരസ്യമായിട്ട് പറഞ്ഞു. വിസ്മയങ്ങൾ ഉണ്ടാക്കും അടുത്ത 2026 പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വക ചർച്ചകളുടെ ആവശ്യമില്ലല്ലോ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അവരിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല അങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് അവരെന്തിനാ ഈ കഠിന ശ്രമം നടത്തുന്നത്? കുറെ നാളുകളെ ഏതാണ്ട് ഒരു 10-20 ദിവസമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോസ് കെ മാണി. കാരണം എന്താണ്, ജോസ് കെ മാണിയുടെ പ്രാധാന്യം അത്രയ്ക്കും വലുതാണെന്ന് UDF എന്ന് പറയുന്നത് ഇപ്പൊ ഘടകകക്ഷി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു കാലം മഞ്ജുഷ് അറിയാമല്ലോ എങ്ങനെയാണ് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആ UDF-ൽ നിന്ന് പുറത്തു കടന്നത്. വളരെ മോശമായ രീതിയിൽ അപമാനിച്ച് അധിക്ഷേപിച്ച് ചവിട്ടി പുറത്താക്കുകയത്. ബെന്നി ബഹനാൻ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് കൺവീനറായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരെ പുറത്താക്കിയിരിക്കണം എന്ന് പറഞ്ഞു. അത്രയ്ക്ക് അപ്രധാന്യമായിട്ടുള്ളൊരു ഘടകകക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇപ്പോൾ ആ പാർട്ടിയുടെ പുറകെ നടക്കുന്നത്? അപ്പൊ അതിനൊരു കാര്യം മനസ്സിലായില്ലേ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശക്തി അവരുടെ ജനകീയ അടിത്തറ അത്ര വിപുലമാണെന്നുള്ളവരും. ഇപ്പൊ നേരത്തെ സംസാരിച്ച ജോർജ് ജോസഫ് പൊടിവാർ സാർ പറഞ്ഞ ഇതുപോലെ മലബാർ മേഖലകളിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വലിയ അടിത്തറയുണ്ട്. പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകൾ, വയനാട് ജില്ല, അതുപോലെ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം ഈ പാർട്ടിക്ക് വലിയ ശക്തിയുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും മുന്നണികളിൽ ഘടകകക്ഷികൾ സീറ്റുകൾ കൂടുതൽ ചോദിക്കുന്നത് ഒരു സ്വാഭാവികമാണ്. അതിനകത്ത് എന്തെങ്കിലും പുതുമയുണ്ടോ? ഒരു പുതുമയില്ല. അവരങ്ങനെ ആവശ്യപ്പെട്ടെന്നുള്ളൊരു പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വാർത്താ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുമായിട്ട് ചർച്ച ചെയ്ത് ജോസ് കെ മാണി ആ സീറ്റിന്റെ കാര്യം ജോസ് കെ മാണി പറഞ്ഞിരുന്നു, ഒരു ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ. അത് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം അവരുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ബൈറ്റാണ്. ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ല. അതിനകത്ത് എന്താ മഞ്ജുഷ, അതിനകത്തൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഏത് ഘടകകക്ഷികളും ഇപ്പൊ RSP, പിന്നെ UDF-ലെ RSP എന്ന് പറഞ്ഞ ഘടകകക്ഷി അവരിപ്പോ 4 സീറ്റ് ചോദിച്ചിരിക്കുക. അവർ കൊല്ലം പിന്നെ CPM-ന്റെ സിറ്റിംഗ് സീറ്റിലേക്ക് ഷിബു ബേബി ജോണിനെ പിന്നെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരിക്കുക. അതൊക്കെ സ്വാഭാവികമല്ലേ. അതിപ്പം ഏത് രാഷ്ട്രീയ കക്ഷിക്കായാലും കൂടുതൽ പിന്നെ സ്ഥലങ്ങളിൽ മത്സരിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും, അവരത് ആവശ്യപ്പെടും. അത് സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷന്റെ സിനാറിയോയിൽ കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ആവശ്യപ്പെടും, അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. തന്നെയല്ല സ്വാഭാവികം ഇതുവരെ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പും LDF-ലോ അല്ലെങ്കിൽ CPM-ആയിട്ട് യാതൊരു തർക്കവും അല്ലാതെ എനിക്കൊക്കെ നേരിട്ടറിയാം. കാരണം ഞാൻ കടുത്തുരുന്ന നിയോജകമണ്ഡലത്തിലെ വോട്ടറാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവരും ഞങ്ങളും തമ്മിലുള്ള സഹകരണങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ അങ്ങേയറ്റത്തെ
സഹകരണം ആ പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നേതൃത്വമെല്ലാം ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല. അത് തന്നെയല്ല, ഒരു കാര്യം വസ്തുതാപരമായിട്ട് പറയാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് കോട്ടയം ജില്ലയിൽ പല പഞ്ചായത്തുകളും LDF ഭരിക്കാൻ തുടങ്ങി. ഉദാഹരണം എന്റെ പഞ്ചായത്ത് തന്നെ. അപ്പൊ അതൊക്കെ നമ്മൾ നിഷേധിച്ചിട്ട് വെറുതെ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ വിഭാഗത്തിനെ കിട്ടണം അതിന് എന്ത് മാർഗം നോക്കും, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ദിവസേന നടക്കണം. പക്ഷെ ജോസ് കെ മാണി പറഞ്ഞൊരു വാക്കുണ്ട്, മഞ്ജുഷ അറിയാലോ, അവരുടെ ആത്മവിശ്വാസം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കും ഞങ്ങളുടെ പുറകെ നടക്കണം. അതിനെപ്പറ്റി ഒരു മറുപടി എന്താ ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റുന്നത്? പിന്നെ ജോസ് കെ മാണി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിൽ ഞാൻ പോഴ്ത്തുന്നല്ലേ, അത് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. വളരെ വിഷനുള്ളൊരു നേതാവാ, വളരെ സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള നേതാവാ, നിലപാടിൽ ഉറച്ചു നിൽക്കുക, അഴകുഴപ്പം ശരി ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും CPM ഇങ്ങനെ ഒരു തന്ത്രം പയറ്റുന്നത് അത് അത്ഭുതപ്പെടാനില്ല. അങ്ങനെ പയറ്റിയില്ലെങ്കിലേ അതിൽ അത്ഭുതപ്പെടാനുള്ളൂ. അണികൾക്കും നേതാക്കൾക്കും താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ പ്രകോപിപ്പിക്കരുത്, ഒരു തരത്തിലും അവരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണക്കരുത് എന്ന്.